സാറേ ട്രെയിനിൽ പോകാൻ നിൽക്കുകയാണ്. അല്ലടാ, ഇവിടെ ഒരു അന്തർവാഹിനി പൊങ്ങി വരും, അതീ കയറി കടവന്ത്ര പോകാനിരിക്കുകയാണ്. സോറി, തെറ്റിന്റെ ഭാഗത്താണ്. സാർ ബാങ്കിലല്ലേ ജോലി ചെയ്യണ? മനസ്സിലായല്ലേ? IBIB ബാങ്കിൽ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ധൈര്യമായിട്ട് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. ലക്ഷങ്ങളുടെ നമുക്ക് വിശ്വാസം തന്നെ, നിങ്ങൾക്കല്ലേ നമ്മളെ വിശ്വാസം ഇല്ലാത്ത? എന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? 5 രൂപ വരെ പേന വരെ കെട്ടിയല്ലേ ഇട്ടിരിക്കണ? തന്റെ ഡിപ്പാർട്ട്മെന്റിലെല്ലാം ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നോക്കിയേ, ഒരുത്തൻ 30 കുപ്പി വെള്ളം വെച്ചോണ്ട് വെള്ളം ഒരു കുപ്പി അവന് പൊട്ടിച്ച് കുടിച്ചാ പോരടോ? അതല്ല, അത് കച്ചവടമാണത്. അതെല്ലാം പോട്ടെ, ഇതിക്ക് മൊത്തം ചായ വെച്ചോണ്ട് ഒരുത്തം ഒന്ന് ചോദിക്കുക, ചായ എവിടെയെന്ന്. സാറേ ചായ വടേ. ഓടെ സാർ ബാങ്കിലെ മാനേജർ അല്ലേ? മാനേജറുടെ മുകളില. മാനേജറിന്റെ മുകളിൽ സീലിംഗ് ഫാനാ? റീജിയണൽ മാനേജർ. സല്യൂട്ട് സാർ. ഈ റീജിയണൽ മാനേജർ എന്താണെന്ന് അറിയാമോ? ഇല്ല സാർ. പിന്നെ എന്തിനാ സല്യൂട്ട് അടിച്ചത്? സത്യം പറയാലോ, ഒരു ലോണിന് വേണ്ടിയാണ് സാറേ. കേറിക്കിടക്ക 1 സെന്റ് ഭൂമി പോലും ഇല്ല. ഒന്ന് പണം ഇടാൻ വന്നതല്ലേ, എടുക്കാൻ വന്നതാണല്ലേ? പേരെന്താ? സമ്പത്ത്. ആഹാ, കടം വാങ്ങിക്കാൻ പറ്റിയ പേര്. സാറേ സമ്പത്ത് നല്ല പേരല്ലേ? തന്നെ, പക്ഷെ സമ്പത്തിപ്പോ എനിക്ക് ആപത്തായിരിക്കുകയാണല്ലോ. വീട്ടുപേര് പറ. ബംഗ്ലാവിൽ ഹൗസ്. ഒരു മയത്തി തള്ളടെ. അച്ഛന്റെ പേര്? പ്രഭു. 1 സെന്റ് ഭൂമി ഇല്ലാത്തവന്റെ പേര് പ്രഭു. സാറേ അമ്മേരെ പേര് വേണോ? വേണ്ട, എനിക്കിനി താങ്ങില്ല. മര്യാദയ്ക്ക് കൃത്യമായിട്ട് അടയ്ക്കുമെങ്കിൽ ഞാനൊരു 20 ലക്ഷം രൂപ പ്രഭുവിന്റെ കുടുംബത്തിന് സാങ്ഷൻ ആക്കുന്നു. സത്യം തന്നെ സാറേ, തരോ? ഒരു 2 ആഴ്ചത്തെ സമയം തരണം. തരാം സാർ. 1 മിനിറ്റ്. ആ ശരവണ, മുതലാളിയൊക്കെ അങ്ങ് വീട്ടില് കുറച്ച് പൈസ കടം ചോദിച്ചപ്പോൾ നീ എന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ചോദിച്ചില്ലടാ. എനിക്കൊരു ഒപ്പ് പോലും ഇല്ലാതെ പൈസ ഇവിടെ ആളുണ്ടാ. അച്ഛന് പോടാ. എനിക്ക് വേണ്ട എന്റെ കുണുവാ. നെഞ്ചിന്റെ കല്ലങ്ങ് ഇറങ്ങി. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടാ, ഇതിന് സാറിന് എങ്ങനെയാണ് ഇതിൽ ഇൻട്രസ്റ്റ്? നല്ല ബ്രാൻഡാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ്. അതല്ല, പൈസക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ആണ്? പൈസ ചെലവഴിക്കാൻ നല്ല ഇൻട്രസ്റ്റാ, തീർന്നു പോകുമ്പോഴാ ഒരു ബുദ്ധിമുട്ട്. സത്യം സാറേ. തന്റെ പ്ലാനൊക്കെ റെഡി ആയോടോ? കൂട്ടുകാരും കൊണ്ട് ഗോവയിലോട്ടൊരു പ്ലാൻ ഉണ്ട്. ഗോവയിൽ പോയി വെള്ളമടിച്ച് മല നടക്കണ കാര്യമല്ല, വീട്ടിലെ പ്ലാൻ റെഡി ആയോന്ന് കിണിക്കുന്ന. സാറേ ഫോണ് കയ്യിൽ വൈബ്രേഷൻസ്. ഹലോ സമ്പത്തേ. താൻ ഏത് പ്ലാറ്റ്ഫോമിലാ ഇപ്പോ? ഞാൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ സാറേ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തലയ്ക്ക് ഭ്രാന്തായിട്ടുള്ള ഒരാളെത്തിയിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ തലയ്ക്ക് സുഖമില്ലാത്ത ആരുമില്ല സാർ. എടോ, അയാളെ കണ്ടാ മനസ്സിലായില്ല, നല്ല ജെന്റിൽമാൻ ലുക്കാണ്. സാറേ ഇയാളെ ജോലി എന്തിനാണ്? അയാൾക്ക് പല ജോലികളുണ്ട്. ഓരോ മിനിറ്റിലും ഓരോ ജോലികളാണ്. പോലീസ്, പട്ടാളം, മാനേജർ എന്ന് വേണ്ട എന്തും ആകും. എന്റെ അമ്മോ, ഇഷ്ടം. എക്സ്ക്യൂസ് മീ സാർ 1 മിനിറ്റ്. അവിടുന്ന് ട്രെയിൻ വല്ലതും ഇങ്ങോട്ട് വരാനുണ്ടോ? ഉണ്ട് സാർ. കാലിലെ നഖം വെട്ടിയിട്ട് 2 ആഴ്ചയായി. അയിന് ഈ റെയിൽവേ പാളത്തിൽ ട്രെയിൻ വരുമ്പോഴേ ഈ കാലം വെക്കും. അടുത്ത ട്രെയിൻ ഇങ്ങോട്ട് വരുമ്പോ ഈ കാല് അങ്ങനെ 10 നഖവും ക്ലീനാണ്.